എന്നാടാ? എന്ത് പറ്റി? എന്നാ ഒരു മ്ലാനത എനിക്ക്? ചേച്ചി ഞാനിങ്ങനെ ആലോചിക്കുക ഈ ഇന്ത്യയിലെ കോഴ്സ് തന്നെയാണ് ഈ എബ്രോഡും കിടക്കുന്നത്. പിന്നെ എന്തിനാ എല്ലാവരും ഇന്ത്യയിൽ നിന്ന് എബ്രോഡ് പോയി പഠിക്കാൻ നിൽക്കുന്നത്? എടാ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ പഠിക്കുന്നതും എബ്രോഡ് പഠിക്കുന്നതും ഒരുപോലെ തന്നെയാണ്. പക്ഷെ പുറത്ത് പഠിക്കുന്നതിന് അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പം നമ്മൾ പുറത്ത് പോയി പഠിക്കുന്ന കുട്ടികൾ പഠിക്കാൻ വേണ്ടി മാത്രമല്ല പുറത്ത് പോകുന്നത്. അവർ ഇൻ്റർനാഷണൽ എക്സ്പോഷറിനും കൂടെ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരുപാട് കൺട്രീസിലുള്ള കുട്ടികൾ വന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ അവരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യാനും അതുപോലെ തന്നെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാനും അതെല്ലാം ഇതിന് സഹായിക്കും. അതുപോലെ തന്നെ അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവും. ഏറ്റവും ബെറ്റർ ഇവരുടെ ഇംഗ്ലീഷ് ആയിരിക്കും. നല്ല ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം എനിക്കും അറിയാമല്ലോ ഇംഗ്ലീഷൊക്കെ. ഓ, നിൻ്റെ ഇംഗ്ലീഷ് എനിക്കെങ്ങനെയാ? നല്ല പ്രൊഫഷണൽ ലെവലിലുള്ള ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഉണ്ടോ? എന്ത് പറഞ്ഞാലും എൻ്റെ യൂണിവേഴ്സിറ്റി ബെറ്റർ. ഏത്? യൂണിവേഴ്സിറ്റി ഓഫ് കുന്നംകുളോ? എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ? ഇനി ഇതോ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാര്യമുണ്ടോ? ഇപ്പം ഞാൻ എബ്രോഡ് പോയി പഠിക്കേണ്ടി വരുമല്ലേ? നീ പോവോ ഇല്ലയോ അത് നിൻ്റെ ഇഷ്ടം. പക്ഷെ പോകുന്നവരൊരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല.